കിടിലൻ പെർഫോമൻസോട് കൂടി നമ്മൾ ഇതാ മ്യൂസിക്കൽ വൈഫിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിന് ഇവിടെ തുടക്കം കുറിക്കുന്നു. സാധാരണ ഞങ്ങളുടെ എന്തെങ്കിലും വൃത്തികേടുകളും അങ്ങനെയല്ല, ഞങ്ങൾ എന്തെങ്കിലും ഒരു ഡാൻസ് അങ്ങനെയൊക്കെയാണ് എപ്പിസോഡ് തുടങ്ങാറ്. പക്ഷെ ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടിൽ നിന്നാണ് എപ്പിസോഡ് തുടങ്ങിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വെറൈറ്റി? ബ്യൂട്ടിഫുൾ. വരും നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. ചോദിക്കൂ, എങ്ങനെയുണ്ടായിരുന്നു സർ? ഞങ്ങളുടെ ചക്കരക്കുട്ടി രഞ്ജിനി കുട്ടി, പിന്നെ എന്റെ പൂച്ചക്കുട്ടി രഞ്ജിനി ജോസ് കുട്ടി. അയ്യോ ദൈവം, അതുണ്ടല്ലേ. ശരിയാ, രണ്ടുപേരുണ്ട്. അസലായിരുന്നു. താങ്ക് യു ചേച്ചി. സർ, ഈ ഒരു ഷോയിൽ എന്നെ എന്തായാലും ഒന്നും പറയൂലെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. പിന്നെ പറയണോ, മീനാക്ഷിക്ക് പറ്റി അങ്ങ് ചുമ്മാ ഇട്ട് കൊടുത്താ മതി. പിന്നെ അവിടെ ഒരു പൂ ചോദിച്ചാ അല്ല, മീനാക്ഷി ഒരു പൂ ചോദിച്ചാ പൂന്തോട്ടം തരും. കഴിവുണ്ടായി പോയില്ലേ? എന്തിനാ ഒരു പൂ ചോദിച്ച പൂ തന്ന പോലെ എന്തിനാ പൂന്തോട്ടം തരുന്നേ? അങ്ങനെയാണ് കഴിവുള്ളവര്. കാരണം എന്റെ കയ്യിൽ എടുക്കാൻ വെറൈറ്റി പൂക്കളുണ്ട്. അതൊന്നും പറയണ്ട, ഡെയിനും ഇപ്പൊ പൂന്തോട്ടത്തിലേക്ക് കയറി തുടങ്ങി. എന്റെ ഒരു അവസ്ഥ മനസ്സിലായി ഇവിടെ നിക്കണേ. ഇങ്ങനെയാണ് ഓരോ കണ്ടസ്റ്റന്റും ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പൂന്തോട്ടം എന്നൊക്കെ പറയുമ്പോ എനിക്കൊരു പാട്ടൊക്കെ പാടാൻ വരുന്നുണ്ട്. അടുത്തത് സാറിന്റെ രണ്ടുപേരി പാട്ട്. രണ്ടുപേരി പാട്ടെന്ന് ഞാന് അല്ല, ഞാനൊരു ഇൻട്രോ തന്നത്. ഇൻട്രോ തന്ന അല്ല, ഞാൻ പറഞ്ഞിട്ട് പാടില്ലേ? ഇനി എന്റെ ഒരു രണ്ടുപേരി പാട്ട്. അല്ല, രഞ്ജിനി പാടിയ ഒരു ഇൻസ്പിറേഷൻ കൈകൊണ്ട് നിങ്ങളിപ്പോ ഈ പൂന്തോട്ടൊക്കെ വന്നു, അതിനെ കുറിച്ചിട്ട് എനിക്ക് രണ്ടുപേരി പാടണം തോന്നി. അതുകൊണ്ടാണ്. ഓക്കെ. ആയിരം പൂവിരിഞ്ഞാൽ അരവസന്തം, ആത്മസഖി നീ ചിരിച്ചാൽ ആയിരം വസന്തം. ചിരിച്ചാൽ അപ്പൊ ഇവിടെ ആത്മസഖി ചിരിച്ചത് കൊണ്ടാണ് പൂന്തോട്ടമൊക്കെ വരുന്നത്. എന്റെ ഒരു ശരിക്കൊരു വിലയില്ലെന്ന് മനസ്സിലായി. നമ്മുടെ പ്രേക്ഷകരെല്ലാരും ഉള്ളിൽ നിന്ന് ചിരിച്ചോണ്ടിരിക്കുക. ഈ പൂവിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കൊരു രണ്ടുപേര് പാടാൻ തോന്നി. പിന്നെ ചേച്ചിയില്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം? നറുമലരിതൾ പോലെ വിരിയും നിറഭേദങ്ങൾ, ഗാനാലോപം പൊഴിയും നവശലഭമായി താനേ തിരിയും. നറുമലരിതൾ പോലെ വിരിയും നിറഭേദങ്ങൾ. ഇത് എന്റെ കൃഷ്ണന്റെ ഒരു കോമ്പോസിഷൻ ആട്ടോ. കൃഷ്ണമാറിന്റെ എഴുതും പാട്ടും ചെയ്യണ ഒരു വസന്തത്തിനെ കുറിച്ച്, പൂന്തോട്ടത്തിനെ കുറിച്ച്. ഹസ്ബൻഡ് എന്റെ ഭഗവാനാണെന്ന് വിചാരിച്ചു. അങ്ങനല്ല, കൃഷ്ണൻ 5 ലാംഗ്വേജിൽ എഴുതും. കൃഷ്ണൻ സ്റ്റുഡൻസ് ആരെങ്കിലും ആണോ? ഞാൻ കൊച്ചു കുട്ടികൾ ആരോ ആണെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ ഒരു കൊച്ചുകുട്ടിയായിട്ട് തന്നെ വരും. അല്ലേ? ഓക്കെ. അല്ല, അത് പറഞ്ഞപ്പോഴാ നമ്മൾ 3 പേരും തമ്മിൽ ഇന്നൊരു ഒത്തൊരുമയുണ്ട്. അതാ എനിക്ക് രഞ്ജിനി നിങ്ങളായിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഇപ്പൊ പാട്ട് കഴിഞ്ഞപ്പോ തുടങ്ങിയ ഒരു പക്ഷവാദം എനിക്ക്. എന്റെ ചിരിക്കൊരു വിലയില്ല. ഞാനുണ്ട് കൂടെ. അല്ല, നമ്മളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല, മനപ്പൊരുത്തം എന്ന് പറയില്ല. അതെ, 3 പേർക്കും നമ്മുടെ രഞ്ജിനി അവിടെ ഒറ്റ തിളങ്ങും. നമ്മൾ ഒറ്റയ്ക്ക് തിളങ്ങും. അല്ല, രഞ്ജിനി പാട്ട് പാടുന്നതുകൊണ്ടാണ് മാറിയത്, അല്ലെങ്കിൽ ബ്ലാക്ക് ഇട്ട് വന്നതാണ്, എന്നിട്ട് മാറിയതാണ്, മാറ്റിച്ചതാണ്. പക്ഷെ അല്ലാതെ വളർന്നിരിക്കുന്നു ഈ ഷോ. വളർച്ച വളരെ ലേറ്റാ, അതുകൊണ്ടാ ഇപ്പഴാ വളരാൻ തുടങ്ങുന്നത്. ഈ കൊച്ചു പിള്ളേരുടെ ഒക്കെ കൂടെ കൂടിയിട്ട് സാറും ഒന്ന് ആ പ്രായത്തിലേക്ക് ഇറങ്ങി ഒരു. അല്ല, ഞാൻ അല്ലെങ്കിലും ഇതുവരെയും കൊച്ചായിരുന്നില്ല. ജനിച്ചിട്ട് വളരെ ലേറ്റ് ആയിട്ട് ജനിച്ച മനുഷ്യനാ. ഇപ്പൊ ഈ അടുത്ത് കുറച്ചടുത്ത വെറുതെയാണ് ടെൻഷൻ അടിച്ച. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. ഫസ്റ്റ് ബർത്ത്ഡേ. എനിക്ക് വയ്യ. സുന്ദരനും സുമുഖനുമായ ഔസേപ്പച്ചൻ സർ. പക്ഷെ നമ്മള് 3 പേരും ഇന്ന് അടിപൊളിയാണ്. വെരി ബ്യൂട്ടിഫുൾ കളർ അല്ലേ സർ? പിന്നെ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വരൂ രഞ്ജിനി. ആ കൊച്ചിനെ ഇങ്ങോട്ട് വിട്ടേ, ഇങ്ങോട്ട് വിട്. തുടങ്ങാം. കണ്ടു കഴിഞ്ഞാ എന്താ പറയാ, ഒരു രാജകുമാരി
ഏതോ മാരാരിക്കുളത്തുള്ള ഒരു രാജകുമാരി ഇറങ്ങി വന്ന പോലെ എവിടുത്തെ രാജകുമാരി കുഴപ്പമില്ല, രാജകുമാരി അല്ലേ? അതെ. ഞാൻ വിചാരിച്ച വിച്ചിനെ പോലെ ഇരിക്കുന്നുണ്ട്. ഫോണ്ടും കൂടെ വേണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ജഡ്ജസ് യെസ് വിത്ത് യുവർ പെർമിഷൻ കുഴപ്പമാണ് ക്ലാസ് ഇരുന്ന് വർത്താനം പറയരുത്. അതെ കുഴപ്പമില്ല, പിള്ളേരല്ലേ, അതൊക്കെ ആയിക്കോട്ടെ. സാറാ ആദ്യം വർത്താനം പറഞ്ഞത്. അത് നീയൊന്നും മിണ്ടാതെ ഓ സോറി. ഓക്കെ സാർ നമ്മളിതാ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കുവാണ് നമ്മുടെ മത്സരം. വിളിക്കൂ. പവർ ബീറ്റ്സ് എന്ന റൗണ്ടിലാണ് ഇവിടെ ഫസ്റ്റ് മത്സരാർത്ഥി വരുന്നത്. പവർ ബീറ്റ്സിൽ ആര് വരുന്നു? ആര് വരുന്നു? ഇത്രയും ആര് വരുന്നു? പറഞ്ഞ ഉപകാരം. ആരെങ്കിലും വിളിക്കണോ? ആ നമ്മുടെ പവർ ബീച്ച് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ആ. ദിവ്യ. ആറ്റിൻ
ദിവ്യ എങ്ങനെ പാടിയെന്ന് തോന്നി? കുഴപ്പമില്ലാതെ പാടി. എന്ത് പറ്റി? എന്തോ ഒരു വിഷമം പോലെ ദുഃഖം മുഖത്ത് തളം കെട്ടി കിടക്കുന്നുണ്ടല്ലോ. എന്താ തളം കിട്ടിയില്ല. തളം കെട്ടി കിടക്കും. ഞാനോർത്ത് എന്തോ പറയാൻ വരികയെന്ന് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡെയിന്റെ തളം കെട്ടി കിടക്കലിൽ കെട്ടിപ്പോയതാ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ കുഴപ്പമില്ല. പിന്നെ അധികം ചോദ്യങ്ങളൊന്നുമില്ല. ഇല്ല. നമ്മള് നേരെ ജഡ്ജസിന് ഇട്ട് കൊടുക്കും. അപ്പൊ ബിനി ചേച്ചി തുടക്കം കുറിച്ചോളൂ. ഡെയിന്റെ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ അടുത്ത് വന്നപ്പോഴാണ് അതിന്റെ ഭംഗി കുറച്ചുകൂടെ മനസ്സിലാക്കിയത് കേട്ടോ. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. താങ്ക് യു ദിവ്യ. കൊറേ കളർ ഉണ്ട് ആ ഷർട്ടില്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. മഴവിൽ നിറഭേദങ്ങൾ. അതെ. അതെ. ദിവ്യക്കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മഞ്ചരി പാടിയ ഒരു പാട്ടാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ ഒരു ദുഃഖം തളം കെട്ടിക്കണേന്റെ കാര്യം മനസ്സിലായില്ലേ? അത് മറച്ചു വെക്കാൻ നോക്കുകയാണ് നമ്മൾ. കണ്ടുപിടിച്ചോ ഇല്ലയോ? അനുപല്ലവി തന്നെ ചരണത്തില് ആദ്യത്തെ 4 ലൈൻ പാടി. പക്ഷെ ഞാനതിനെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്നേ പറയുള്ളൂ. കാരണം ആ നേരത്ത് നമ്മളത് മറന്നുപോയി ഇവിടെ മിഴുങ്ങസിയാന്ന് നിൽക്കുന്നേക്കാള് ജസ്റ്റ് ഓർമ്മ വരുന്ന വരി അങ്ങ് പാടിയിട്ട് പിന്നെ അതിന്റെ ആ മിന്നൽ മുകിലിന്റെ തൊട്ട് ചരണം തന്നെ എടുത്ത് പാടി ഓർമ്മ വന്നപ്പം. അത് ഒരു നല്ല കാര്യം കൂടെയാണ്. നമ്മൾ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നതിലെ ബെറ്റർ ഇതല്ലേ, അതിലും നല്ലത് ഇതല്ലേ. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ മിഴുങ്ങസിയാന്ന് നിൽക്കാൻ പാടില്ല. അതെ, എന്നോർത്തോണ്ട് ഇതൊരു ശീലമാക്കണ്ട. ലിറിക്സിൽ ചെറിയൊരു ബൈഹാർട്ട് ആവാത്ത പോലെ പിന്നെ പിന്നെ മാറി മാറി പോകുന്നുണ്ടായിരുന്നു. അത് സത്യത്തില് ഡാൻസ് ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പ്രതീക്ഷയോടെ വന്നപ്പോ ഈ വരി മറന്നു പോകുന്നത് കൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഡാൻസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്നാ ഡാൻസ് എന്നതായിരുന്നു ഒന്ന് പറഞ്ഞത്. ഇപ്പൊ മീനാക്ഷിയുടെ ലൈനും ഉണ്ട്. നമുക്ക് കയ്യൊക്കെ എടുത്തോ? പാട്ട് പാട്. പാൽപ്പതഞ്ഞു തുളുമ്പുന്ന പാലമരത്തടലത്ത് പട്ടുമഞ്ചലൊരുക്കുന്നു മാനം. നീ വരുമ്പോൾ അഴകിന്റെ പീലിമയിൽ തൂവലാലെ വീശി വീശി തണുപ്പിക്കും തെന്നൽ. മുത്തുമൊഴിത്തത്തെ കുക്കുയിലേ കുപ്പിവള തട്ടി പാട്ടുമൂളേണ്ടേ ആവാരം പൂക്കൊരുത്തുമെനയേണ്ടേ ആരാരും കാണാത്താലി പണിയേണ്ടേ പക്ഷെ ഒരു കാര്യം മനസ്സിലായോ? ആ ഒരു വൈബ് വന്നു പറഞ്ഞേ പാട്ട് എന്ത് രസമാ കേൾക്കാൻ. ഇപ്പൊ ഞങ്ങൾ ഏതിന് മാർക്ക് ഇത് മറ്റേ പരീക്ഷയ്ക്ക് പഠിച്ച് പാടണല്ലോ. അതെങ്ങനെ ഒരു പേടിച്ച് പാടുന്ന പോലെ തോന്നി. അത് പെർഫോം ചെയ്ത് പാടുന്നത് റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ട്. അപ്പൊ എങ്ങനെയാന്നുള്ളത് ഇവിടെ വന്നിട്ട് ഇപ്പൊ പരീക്ഷണാണ്. മനസ്സിലായില്ല. പെർഫോം ചെയ്തപ്പോ നന്നായി. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, വേറൊരു കാര്യം, നിങ്ങളുടെയൊക്കെ അത് മനസ്സ് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ വെളി പെർഫോം ചെയ്യുന്നതിന് മാർക്ക് ഇടൂല, അവിടെ വരി പോയി അവിടെ ഇത് പോയി എന്ന് ആരും പറയാനുണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അതൊരു നമ്മളിവിടെ മാർക്ക് ഇടാനൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിള്ളേർക്കെല്ലാം മനസ്സിലൊരു പിഴയുണ്ടാവും. നമുക്ക് വളരെ നന്നായിട്ട് അത് മനസ്സിലാകും കേട്ടോ. പക്ഷേ മോളെ, എനിക്ക് പാടിയത് കുറച്ചുകൂടി ഒരു ഗുമ്മാവായിരുന്നു എന്ന് തോന്നി. അറ്റിൻകരയോ അത് ശരിക്കും അവർ കുത്തി പാടാനായിട്ട് അത് രാജസാറ് തന്നെ ഇൻസ്ട്രക്ട് ചെയ്തായിരിക്കും. അതൊരൊറ്റ ഇതാണ്. മോളത് കുറച്ച് അറ്റിൻകരയോരത്തിൽ പമ്മി പമ്മി പാടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് മഞ്ചരിയുടെ ആ വേർഡ്സ്, മഞ്ചരി പാടിയ ആ ഒരു ഇത് ദിവ്യ പെറുക്കി പെറുക്കി പറയുന്നത് പോലെ അത് ഫീൽ ചെയ്തു. അത് അതേപോലെ കൊണ്ടുവരാനായിട്ട് നോക്കി. മിണ്ടാത്ത ചുണ്ടിൽ അവിടെയാണ് കുറച്ചൊന്ന് ഇത് പോയി. എനിക്കത് ഓഹോ അങ്ങനെ ഒരു സംഭവം ഇല്ലേ, അതിന് ഹോക്ക് എന്നാ പറ്റി? ഒന്ന് പാടിക്കേ. ഓഹോ ആണ് അതിന്റെ അത് മുഴുവൻ വന്നില്ല, അറിയാലോ നമ്മൾ പറഞ്ഞു. പിന്നെ ലിറിക്സ് മാറ്റി പാടിയത് ഒരു എന്റെ അഭിപ്രായം കേട്ടോ. എനിക്ക് തോന്നിയത് ദിവ്യക്ക് ഇപ്പൊ പെർഫോം ചെയ്ത് രണ്ടാമത് പാടി ഇപ്പൊ വന്ന ആ ഒരു ഗുമ്മ ആദ്യം പാടി ഇപ്പൊ ആ ഒരു
കുറച്ച് കുറവുണ്ടായിരുന്നു അല്ലേ സാറേ? സാറിന് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയത്. അത് സംശയമില്ല. ഞാൻ ഉടനെ ആവേശം കൊണ്ട് പറഞ്ഞു പോയത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അത് രണ്ടാമത് പാടിയപ്പോൾ. അതെ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അത്. അത് ഇനി പാടുന്നവർക്കൊക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് കാരണം ആ നമ്മളുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് പാട്ട് നന്നാവുന്നത്. ആസ്വദിച്ച് പാടിയ പ്രേക്ഷകർ ആസ്വദിക്കും. ആസ്വദിക്കും. അത്രേ ഉള്ളൂ. ഇതില് ഒരു കോമഡി ഉണ്ട്. ആഹാ. ഇത് സത്യത്തിൽ ഞാൻ ശാരിക എന്നുള്ള പാട്ടായിരുന്നു പാടാൻ വിചാരിച്ചിരുന്നത്. ശാരിക നിന്നെ പവർ ബീച്ച് താരകം രാക്കിളിപ്പാട്ട്. അപ്പോ ലാസ്റ്റ് നിമിഷത്തില് എനിക്ക് ഇതുപോലെ വരി പെട്ടെന്ന് പെർഫോം ചെയ്ത് പാടുമ്പോ വരി കൺഫ്യൂഷൻ പെട്ടെന്ന് വരിക. അപ്പൊ ഞാൻ ലാസ്റ്റ് നിമിഷം പോയിട്ട് ഓർക്കസ്ട്ര ചേട്ടന്റെ അടുത്ത് അത് ചോദിക്കാൻ എനിക്ക് പേടി. കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം ഇത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എന്റെ ടെൻഷൻ കണ്ടിട്ട് പാവം രാധിക മാഡം പോയി ചോദിച്ചു, ജയരാജേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ജയരാജേട്ടാ അപ്പൊ ജയരാജേട്ടൻ ചോദിച്ചു ഏത് പാട്ടാ പാടുന്നേന്ന് ചോദിച്ചു. അപ്പൊ ആറ്റിൻകരയാണെന്ന് പറഞ്ഞു. എന്നാ ആറ്റിൻകര പോയി പാടാൻ പറഞ്ഞു. അതായിരുന്നു അതിനകത്തെ കോമഡി. ഞാൻ കോമഡിക്ക് വെയിറ്റ് അല്ലെ സാറ് പറഞ്ഞോളൂ. ഇത് ക്ലൈമാക്സ് ജയരാജേട്ടൻ എല്ലാരും നോക്കി. പാട്ടിലേക്ക് വരാം. പാട്ടിലേക്ക് വന്നപ്പോ എനിക്ക് ഫസ്റ്റ് ഹമ്മിങ് പാടിയപ്പോൾ ഞാനത് ഗംഭീരമായിരിക്കുന്നു വിചാരിച്ചു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഹമ്മിങ്. നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റ് ഹമ്മിങ്. കുറച്ചുണ്ട് അത് അല്ലേ, അത് നന്നായിട്ട് പാടി. പിന്നെ മൊത്തത്തില് എനിക്ക് ഇതിന്റെ എഞ്ചിനീയറിംഗ് സൈഡിലും കൂടി വെച്ചിട്ട് പറയാണ്, ടോട്ടലി ഒരു മഞ്ജരീഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിനുള്ളിൽ അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജരിയുടെ ശബ്ദം, അതായത് ദിവ്യയുടെ സൗണ്ടും മഞ്ജരിയുടെ സൗണ്ടും വളരെ വ്യത്യാസമാണ്. മഞ്ജരിയുടെ വളരെ ഓപ്പൺ ആയിട്ടും വളരെ ഒരു ക്ലീൻ സിമ്പിൾ സൗണ്ടാണ്. യു ഗോട്ട് എ മിഡ് ഫ്രീക്വൻസി. ടെക്നിക്കലായിട്ട് പറയാം, മിഡ് ഫ്രീക്വൻസി ഭയങ്കര കൂടുതലുണ്ട്. ആ മിഡ് ഫ്രീക്വൻസിയിൽ ആ എക്സ്പ്രഷൻസ് കൊടുക്കുമ്പോൾ അത്ര ഭംഗി വരില്ല. ഇനി അത് വേണമെങ്കിൽ എഞ്ചിനീയറോട് പറഞ്ഞിട്ട് ലോ മിഡ് കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ എന്തൊരു സുഖമുണ്ടാവും അറിയോ. അതിപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് കോമ്പറ്റീഷന് പാടാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഇതാ പറയുന്നത്. അപ്പം നമ്മളുടെ ശബ്ദത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ മോഡുലേഷൻസ് കൊടുക്കാൻ. ഇപ്പം ഇത് മഞ്ജരി പാടിയ പോലെ തന്നെ പാടണം നിർബന്ധമൊന്നുമില്ല. ഇതിൽ സംഗതികളും ശ്രുതിയും ഭാവവും തൻ്റേതായിട്ടുള്ള ഭാവം ഇതിലെ ആറ്റിൻകര ഇപ്പൊ വേറെ ഭാവം കൊടുത്തില്ലേ, എന്താണ് ആറ്റിൻകര പോയിട്ട് പാടാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വി ക്യാൻ ഇമാജിൻ അവർ നല്ലൊരു ട്യൂണും നല്ല ലിറിക്സും തന്നിട്ടുണ്ട്. പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. വെൻ യു സിംഗ് യു ക്യാൻ പുട്ട് അക്കോർഡിംഗ് ടു യുവർ വോയിസ് യു ക്യാൻ ഗിവ് ദാറ്റ് മോഡുലേഷൻ. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അടിച്ചു പൊളിച്ച് പാടിയില്ലേ, ഡാൻസ് ചെയ്ത് പാടാൻ വേണ്ടിയായിരുന്നു വിചാരിച്ചിരുന്നത്. അത് പാടാമായിരുന്നില്ലേ? ഞങ്ങൾക്ക് നല്ലൊരു മിസ്സിങ് ആയി. മിസ്സിംഗ് ആണ്, എവിടെയോ ആലോചിച്ചിരിക്കുക. എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് സ്പേസസ് വരുന്നുണ്ട്. ആണോ? ഞാനിത് കമന്റ്സിലേക്ക് കടക്കാം. അല്ല, സാറ് കമന്റ്സ് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ഇവിടുന്ന് നല്ല കുത്താം. അത് ഞാൻ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുമല്ലേ. സോറി, ഞങ്ങളുടെ പിഴ, ഞങ്ങളുടെ വലിയ പിഴ. പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണ്ട്, സാർ എന്നെ നോക്കണം, എനിക്ക് കാണാൻ എനിക്ക് തോന്നുന്നുണ്ടോ? ഏതൊരു പാട്ട് നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോഴും നമ്മൾ പാടുമ്പോൾ അതൊരു കവർ സോങ് ആണ്. ഒറിജിനൽ ആണ് ഒറിജിനൽ. ഒറിജിനൽ അല്ലാത്ത എന്തും കവർ എന്നാണ് പറയുന്നത്. ആ കവർ സോങ് ഒറിജിനൽ പോലെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ കവർ പാടുന്നത്? അത് കേട്ടാ പോരെ. അപ്പൊ കവർ സോങ് നമ്മൾ പാടുമ്പോ എന്താ, അത് ഞാൻ എടുത്തു പാടുന്നു, എന്റെ ശബ്ദം ഇങ്ങനെയാണ്, ഇത് എന്റെ ഐഡന്റിറ്റിയാണ്. ഈ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാണ്ടാവും. നമ്മളുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മഞ്ജരി പാടുന്ന പോലെയോ ഞാൻ പാടുന്ന പോലെയോ ചിത്ര ചേച്ചി പാടുന്ന പോലെയോ തന്നെ പാടിക്കൊണ്ടിരുന്ന നമ്മളുടെ ശബ്ദം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ടാവും. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരാളുടെ പാട്ട്, ഇപ്പൊ ചിത്ര ചേച്ചിയുടെ പാട്ട് നമ്മളൊന്ന് പാടിയ ചിത്ര ചേച്ചിയെ പോലെ വന്നില്ല. ചിത്ര ചേച്ചിയെ പോലെ ഞങ്ങൾക്ക് ചിത്ര ചേച്ചിയുടെ ഇഷ്ടം. മനുഷ്യരങ്ങനെ പറഞ്ഞ് അയ്യോ അതുകൊണ്ടാണ് അവര് ചിത്രയായിട്ടിരിക്കണേ. ഇത് പറയേണ്ട കാര്യമുണ്ട്. കാരണം പല കവർ സോങ്സും ആളുകൾ ചെയ്തിടുന്ന നല്ലതിന്റെ താഴെയും വന്നിട്ട് ഓ അതിന്റെ ഫീലില്ല, അതിന്റെ ഫീല് വേറെയാണ്. നമ്മുടെ അച്ഛനും വേറെയാണ്. നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ അതേപോലെ ചെയ്യാനാണെങ്കിൽ അത് തന്നെ എന്താന്ന് കോമഡി ആണെങ്കിൽ പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പൊ അത് ഒരേപോലെ ഇങ്ങനെ വരും. ഒരു പ്രശ്നമുണ്ടല്ലോ പറഞ്ഞു സാറേ. മഞ്ജരിയുടെ സൗണ്ട് അല്ല ദിവ്യയുടെ സൗണ്ട്. അപ്പൊ സാറ് പറയുന്നത് അതിനനുസരിച്ച് വരുന്ന സംഭവങ്ങൾ അതിലേക്ക് മാറ്റാൻ നോക്കുമ്പോ എന്താണെന്നറിയോ, ദിവ്യ അതുമല്ല ഇതുമല്ലാണ്ട് നടുക്ക് നിന്ന് വല്ലാത്തൊരവസ്ഥയിൽ കിടന്ന് ആ ടോൺ, ഞാൻ ദിവ്യ അത് പറയുന്നതൊന്നും ഞാൻ വലിയ ആളായിട്ട് ഇതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഒരു 4 വരി പാടാൻ പറ്റുമോ ദിവ്യക്ക് സ്വന്തം ശബ്ദത്തിൽ?
ആറ്റിൻകര അത് വേണ്ട. ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ. ബ്യൂട്ടിഫുൾ, Better, very സോ much നൈസ്. better. ഇതാണ് ദിവ്യയുടെ വോയിസ്. ദിവ്യയുടെ വോയിസിൽ ആറ്റിൻകര എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കേൾക്കേണ്ടത്. ഓക്കെ, അല്ലാത്തന്നെ ഞാൻ മഞ്ജരി വിളിച്ചു ചോദിച്ചോളാം. ഹലോ മഞ്ജരി, 4 വരി പാടൂ. അല്ല, ഈ പിള്ളേര് വേറൊരു കാര്യമുണ്ട് ഇതിനകത്തോട്ട്, ഒരു സത്യം. ഇനി അങ്ങനെ പാടിയില്ലെങ്കിൽ ഇവര് അതുപോലെ വന്നില്ലാന്ന് ഇതേ നമ്മളും പറയുന്നേ. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനാണ് ഈ പറയുന്നത്. ഈ പാനലിൽ ഉണ്ടാവില്ല, പേടിക്കണ്ട. ഈ പാനലിൽ നിന്നല്ല, ആര് പറഞ്ഞാലും അതല്ല അതിന് ശ്രദ്ധിക്കണ്ട, ശരി. അത് ശ്രദ്ധിക്കണ്ട. തെറ്റാണത്. കേട്ടോ ഡെയിന് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയണേ, നമുക്ക് ആർക്കും ഒന്നും പകരമാവത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ദോശയുടെ മാവെടുത്ത് പുട്ടുണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. പുട്ടുമാവെടുത്ത് അതാ ചേച്ചി എന്റെ കുഴപ്പമാണോ എന്നറിയാൻ ചോദിക്കാം. സാറിന് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായി. മക്കളെ ദോശ എനിക്ക് മാവെടുത്ത് മനസ്സിലായി. പുട്ടുണ്ടാക്കാൻ പറ്റുമോ? ആർക്കും ഒന്നും മനസ്സിലായില്ല. ദിവ്യക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? മനസ്സിലായി. അത് മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? Marks അറിയാം. അപ്പൊ ഗ്രൂമേഴ്സ് എത്ര മാർക്സ് ആണ് ദിവ്യക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിക്കണം. മക്കളെ ദിവ്യയുടെ മാർക്ക് 91 ഔട്ട് ഓഫ് 100. ദിവ്യ, അങ്ങനെ നമ്മുടെ ഈ 2ാം ഘട്ടത്തിലെ ആദ്യ റൗണ്ടിൽ ഇപ്പോ 91 മാർക്കാണ് നേടിയിട്ടുള്ളത്. ഇനിയും റൗണ്ടും കൂടി ഉണ്ട് ഈ ഘട്ടത്തിൽ. ഓക്കെ, അപ്പൊ നന്നായി പെർഫോം ചെയ്യാം, നല്ല മാർക്ക് മേടിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ദിവ്യ. മ്യൂസിക്കൽ വൈഫിൽ ഇനി റൊമാൻറ്റിക് വൈബ്സ് ആണ്. അതെ, അപ്പോ ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ഭാഗ്യലക്ഷ്മി. പറയാൻ കൊതിച്ചൊരെന്റെ വാക്കിൽ നീ നുകരാൻ കൊതിച്ച തേൻ തുളുമ്പിയോ. പറയുമറിയ മൊഴികൾ പ്രണയമധുരമായി. ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി ഇതളുകൾ ചിറകുപോൽ വിരിയുവാനായി ഹൃദയമാശ കൊള്ളുകയായി. ശലഭമായി ഉയരുവാൻ മലരിനും
കായൽ കരേ അരുമയായി മുരളുമീ ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി ഇതളുകൾ ചിറകുപോൽ വിരിയുവാനായി ഹൃദയമാശ കൊള്ളുകയായി ഭാഗ്യലക്ഷ്മി എങ്ങനെ പാടിയെന്ന് തോന്നി? ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്തിരി ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ടെൻഷൻ എന്തിനായിരുന്നു അടിച്ച് ടെൻഷൻ? പാടരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഔസപ്പച്ചൻ സാറ്? ടെൻഷൻ എന്ന് പറയുന്നവർക്കൊക്കെ ഞങ്ങളുടെ വക ഒന്നില്ലെങ്കിൽ മീനാക്ഷി അല്ലെ ഡേ ടെൻഷൻ അടിച്ച മീനാക്ഷി ഒരു 5 മിനിറ്റ് മാറി നിന്ന് സംസാരിക്കും. അങ്ങനെ ഒരു ശിക്ഷ. അതെന്താ? അല്ല 5 മിനിറ്റ് ഓ ഞാൻ കണ്ടസ്റ്റൻസിനോട് മാറിയെന്ന് സംസാരിക്കുന്നത് അത് അവർക്കുള്ള ശിക്ഷ എന്ന്. അതൊക്കെ തമാശയായിരുന്നു, ചിരിച്ചു കൊടുത്തരും പാവം. അതൊരു ശിക്ഷയാണോ ഒരു അനുഗ്രഹമാണോ എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ഞാൻ ഇങ്ങനെ കോൺടെംപ്ലേറ്റ് അതുകൊണ്ട് സഹിക്കണ്ട അത്ര നേരം. അതെ, അതുകൊണ്ട് നമുക്ക് അതിന് എതിന് ചിരിച്ചോട് ചോദിക്കാം. ഇങ്ങനെ തല്ലൂടുന്നപ്പോ സത്യം. സാർ ഔസപ്പച്ചൻ സാർ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സാറിന്റെ സൈഡ് പിടിച്ചതാ. ശരി, ടെൻഷൻ ഉണ്ടായിരുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, പറയേണ്ട കാര്യമില്ലല്ലോ. ഇതില് ആ പറയാൻ കൊതിച്ച എൻ്റെ വാക്കിലെ ആ തുടക്കത്തിലത്തെ ഒരു വിരുദ്ധമാതിരി പാടുന്നില്ലേ, അത് നന്നായിട്ടുണ്ട്. പക്ഷേ ടോട്ടലി പിച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലം അതെനിക്ക് ഈ ടെൻഷൻ കാരണം വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ, ടെൻഷൻ കാരണം. പിന്നെ പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, പാട്ട് പാടുമ്പോൾ ഡിക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പോൾ വരികൾ നമ്മൾ മുമ്പിൽ വെച്ചിട്ട് കേൾക്കുമ്പോൾ അതാണ് പാടിയത് പറഞ്ഞതല്ലേ എന്നൊക്കെ ചിന്തിക്കും. ഇത് ശ്രേയാ ഘോഷിൽ പാടി കേട്ടിട്ടുണ്ട്. അവർ മലയാളിയല്ല, പക്ഷെ മാക്സിമം ഡിക്ഷൻ, ആവശ്യത്തിൽ കൂടുതലും ഇപ്പോൾ ചില വാക്കുകൾ മർമ്മരം, നമ്മൾ മർമ്മരം എന്ന് പറയും, അത് മറുമരം എന്ന് പറയും, മറുമരം എന്നുള്ള അത്രയ്ക്കും മുഴുവനല്ല ഞാൻ പറയുന്നത്, മർമ്മരം എന്ന് പറയും. അത്ര ആവശ്യമില്ല, മർമ്മരം മതി. പക്ഷെ എന്നാൽ ആ ഡിക്ഷന് വേണ്ടിയിട്ടാണ് അവരത് ശ്രമിച്ച്, അവരുടെ ഭാഷയല്ലല്ലോ, അവർ ദേ ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദാറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം മെയിനായിട്ട്. പിന്നെ മൊത്തം ഈ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും പറയാം, ശ്രേയാ ഘോഷിൽ പാടിയത് കേട്ട് പഠിക്കാൻ വേണ്ടി എടുക്കുക, എന്നിട്ട് നമുക്ക് എങ്ങനെ പാടാൻ പറ്റുന്നത് നമ്മൾ ആ പാട്ടിൽ ഒരു ജീവൻ കൊടുക്കുക. ഈ വാക്കുകൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ മിഴുങ്ങിപ്പോകുന്നുണ്ട്, ഈ ഡൈനമിക്സ് ഓവറായിട്ട് പലയിടത്തും, അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നല്ല ഒരു ട്രൈ ഔട്ട് ആയിരുന്നു അല്ലേ, എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് നോട്ട് ബാഡ്, ഗുഡ്, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. രഞ്ജിനി ചേച്ചി. ഭാഗി, എനിക്ക് ഈ പാട്ട് എടുത്തോണ്ട് വന്നപ്പോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു, ആണ് മൈ ഫേവറേറ്റ് സോങ്സ്. കളിമണ്ണിലത്തെ പറഞ്ഞോണ്ടേയിരുന്നു. അപ്പോ എന്റെ എക്സ്പെക്ടേഷൻ കുറച്ച് ഹൈ ആയി പോയി, അതാണ് പറ്റിയത്. പ്ലസ് നേരത്തെ ഇവിടെ പാടിയ ആളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ശ്രേയാ ഘോഷാൽ ആവണ്ട, ഭാഗ്യലക്ഷ്മി ആയാൽ മതി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശലഭമായി ഉയരുവാൻ എന്നുള്ള ഈ ശലഭത്തിന് ഉയരാൻ പറ്റും കുറച്ചും കൂടെ. അപ്പൊ അങ്ങനെ ആ ഒരു ഡിക്ഷനിലും അതിന്റെ ഇടയിലും കിടന്ന് പെട്ടുപോയത് കൊണ്ടാണ് പല സ്ഥലത്തും നോട്ട്സ് എത്താണ്ടായത്. ആ സ്ഥലങ്ങളിലൊക്കെ എത്തണമ്മ. പക്ഷെ ലാസ്റ്റ് പല്ലവി കറക്റ്റായി. പൊഴിയുവാനോ ഹൃദയം ആശ കൊള്ളുകയാ എന്നുള്ളതിന്റെ ആദ്യത്തെ സംഭവം ഒന്ന് സ്ലിപ്പായി, ഒന്ന് കറക്റ്റ് ആയിട്ട് പാടുവോ? ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി ഇതളുകൾ ചിറകുപോൽ വിരിയുവാനായി ഹൃദയമാശ കൊള്ളുകയായി ആഹാ, എന്ത് രസം ഉയരുവാൻ. അത് പാടൂ. മലരിനും മോഹമായി. ഇങ്ങനെ വന്നപ്പോ കറക്റ്റായി. ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? ജയചന്ദ്രൻ ചേട്ടന്റെ വൺ ഓഫ് ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. ചേച്ചി അല്ല മോളെ, ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പലയിടങ്ങളും ഫ്ലാറ്റ് ഓർ പിച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിറയെ നല്ല ഭാവം കൊടുത്ത് പാടിയ കുറേ, എസ്പെഷ്യലി എനിക്ക് ചരണത്തിൻ്റെ ആ തരുണമാനസം മധു പകർന്നിടാൻ ആ പോർഷനൊക്കെ നന്നായിട്ട് പാടി. പക്ഷേ അങ്ങനെ പാടി മോള് നന്നായിട്ട് പാടി ഭാഗ്യലക്ഷ്മി വരുമ്പോൾ അടുത്ത ലൈൻ
ഒന്ന് പോകും. അതാണ് ഇത്. അരുമയായി മുരളുമി. അരുമയായി മുരളുമി. ആ മുരളുമി എന്നുള്ളത് എന്തായിരുന്നു? അതായത് അരുമയായി നന്നായിട്ട് പാടി. മുരളുമി എന്തായിരുന്നു? അവിടെ പാടുവോ? ഒരു മുരൾച്ച ഉണ്ടായി, ഒരു മുരൾച്ച. അരമയായി മുരളുമീ ആ നോട്ട് ക്ലാരിറ്റി, ആ ഒരു പാട്ടിന്റെ കൺസ്ട്രക്ഷനിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നോട്ടാണ്. മുരളുമീ ആ നോട്ട് പെർഫെക്റ്റ് ആയാൽ ഒരുപാട് നല്ല പാട്ടുകൾ, അത്തരം നോട്ടുകൾ. ആ പാട്ട് കേട്ടിട്ടില്ലേ? ഭയങ്കര സുഖമാണ് ആ ചെറിയ ഗാന്ധാരം വരുന്നവിടെ. ഇപ്പൊ ഒരു രാഗം ഉണ്ടെങ്കിൽ അതിന്റെ പല പല ഇപ്പൊ ജന്യരാഗങ്ങൾ അങ്ങനെയാണല്ലോ. അല്ലെ പല നോട്ട്സ് ഇതിൽ കാണത്തില്ല. അപ്പം ഗ സഗ എന്ന് കൊടുക്കുമ്പോഴേ ഗമാനി മഗനി ആഹാ എന്ത് സുഖ. സനി പ സാനി സനി നീ പസാനി ഇങ്ങനെയൊക്കെ അത് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഭാവം മാറും. ഇത് വരുമ്പോഴത്തേക്ക് ഇതില് ലിറിക്സും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സ്പ്രഷൻ അതാണ് ഈ പിന്നെ ഇത് കമ്പോസ് ചെയ്യുന്ന നേരത്ത് എന്തുമാത്രം പാഷനോട് കൂടിയിട്ടാണെന്ന് അറിയോ ആ ഒരു നോട്ട് അതിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ആ നോട്ട് അവിടെ വരേണ്ട കാര്യമൊന്നുമില്ല ഈ പാട്ടില്. പക്ഷെ അത് ഭയങ്കര സുഖമുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് മിസ് വരുമ്പോഴാണ് നമുക്ക് മിസ്സിസ് മിസ്സാവും പാട്ടില്ല. അവന്റെ ഒരു ജീവസ്വരം പോലത്തെ ഒരു സ്ഥലത്ത് അത് പോകുമ്പോ എന്നും തോന്നും. ഓക്കെ, എനിവേ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് ടൈം നന്നായിട്ട് പാടി ഇതെല്ലാം നോക്കിയിട്ട് വരൂ കേട്ടോ. God bless you. താങ്ക് യു ജഡ്ജസ്. ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. മെന്റേഴ്സിന്റെ മാർക്സ് എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. അപ്പൊ ഭാഗ്യലക്ഷ്മി ഇപ്പൊ മാർക്സ് അറിയണ്ടേ? ഭാഗ്യലക്ഷ്മിയുടെ മാർക്സ് 100-ല് 91. ഭാഗ്യലക്ഷ്മി 91 ആണ് 100 ലഭിച്ചിരിക്കുന്നത്. ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടില്ലേ? അപ്പൊ അടുത്ത റൗണ്ട് വരുമ്പോ നന്നായിട്ട് പാടാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കുറച്ച് അടിച്ചു വിളിക്കാം. പവർ ബീറ്റ്സ് ആവാം. പവർ ബീറ്റ്സ് ആവാം. പെർഫോം ചെയ്യാനെത്തുന്നു അജന്യ. ചൂടുണ്ടോ ഓ
ചൂടുണ്ടോ ഓ കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ കയ്യിൽ തേൻ കുഴലുണ്ടോ പാട്ടുതേക്കിൻ ചാറുണ്ടോ ആറ്റു തീരത്തിലാണോ കാവൽ മാടത്തിലാണോ കയ്യിൽ തേൻ കുഴലുണ്ടോ പാട്ടുതേക്കിൻ ചാറുണ്ടോ ആറ്റു തീരത്തിലാണോ കാവൽ മാടത്തിലാണോ നിന്മയക്കും നിങ്ങൾ പൊന്നും കലപ്പ കൊണ്ടൊഴുതിട്ട വയനാടൻ മണ്ണിൽ ആരുമാരും വിതയ്ക്കാത്ത മുത്തു വിതയ്ക്കുവാൻ പോരൂ പോരു നീ കാട് കുളിരണ കൂട് കുളിരണ മാറിലൊരു പിടിച്ചുണ്ടോ കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ആ ഇങ്ങനെ ചെയ്തിട്ട് ആ സ്വന്തം കൈയുമ്മ വെക്കുന്ന ഒരു അതെ, അവിടെ നോക്കുമ്പോ വയ്ക്കാൻ പോയി, പിന്നെ ഞാൻ തന്നെ ഇറക്കി. തന്നെ വരുന്ന വഴിയാണ്. എന്നാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സെൽഫ് ലവ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ശ്രവണാനന്ദകരവും നയനാനന്ദകരവും എന്ന് പറയാം. അതായത് ശ്രവണാനന്ദകരം നമ്മളുടെ അജന്യയുടെ, നയനാനന്ദകരം നമ്മുടെ ഡെയിനും മീനാക്ഷിയും അടിച്ചു പിടിക്കും. അത് നിങ്ങൾ ആ കൈ പിടിച്ച് ചെയ്തതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. അല്ല, ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഡെയിനും മീനാക്ഷിക്ക് ഒരു വൻ കൈകൊട്ട് കൊടുക്കണം കേട്ടോ. കാരണം മനോധർമ്മമാണ് അവര് കളിക്കുന്നത് ഡാൻസ്. ഞങ്ങൾ രണ്ടുപേരും ഒരു നല്ല ഒരു എന്താ പറയുന്ന പ്രിസെന്റേഴ്സ് ആയിട്ട് ഒരു പെയറായിട്ട് വരുമ്പോ റിയലി നൈസ്. ഞാൻ എത്രയോ ഷോസിന് പോയിരുന്നുണ്ട്. ബട്ട് യു ഗൈസ് ആർ വെരി പോസിറ്റീവ് ആൻഡ് ദ ബെസ്റ്റ്. ഞങ്ങളൊക്കെ ഇത് ചെയ്തോണ്ടിരുന്ന കാലത്ത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനൊക്കെ. രണ്ടുപേരുള്ളപ്പോഴത്തെ ഒരു നല്ല സുഖമാണ്. അവിടെ വന്ന് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടേക്ക് ആണ്. നല്ല രസമുണ്ട്. സ്റ്റേ ബ്ലെസ്ഡ് യു ടു. ഐ ലവ് യു. യെസ്, താങ്ക് യു. കണ്ണ് കിട്ടാതിരിക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. ഇതിന്റെ ഇടയിൽ ഞാനും പെട്ടു. അല്ല, അജന്യക്കുണ്ട്. ചേച്ചി പറയാൻ പോകുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ എന്ത് പറയാനാ. സത്യം പറയാം, നല്ല ക്ലിയർ വോയിസ്, നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല വോയിസ്, നല്ല എക്സ്പ്രഷൻ. എനിക്ക് നന്നായിട്ട് തിരിഞ്ഞു. നല്ല ഗുഡ് ഡിക്ഷൻ. ആ പാട്ടിന്റെ ഫീൽ ഒട്ടും കുറയാതെ സൂപ്പറായിട്ട് പാടി. അജന്യയുടെ ഡ്രസ് ഇതാര് ഇവിടെ ഉള്ളവര് റെഡിയാക്കി തന്നല്ലേ? ആണല്ലേ? നല്ല രസമുണ്ട്. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഒരു 50-52 കൊല്ലം മുന്നോട്ട് പോയി. ഞാൻ അതൊരു വല്ലാത്ത പോക്കായിരുന്നു. കാരണം എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് എൻ്റെ മുമ്പിൽ ഇതേ വയലിൻ സെക്ഷനൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ കേൾക്കാനും കൂടിയാണ് പറയുന്നത്. എനിക്ക് 17 വയസ്സുണ്ടാവും. ഞാൻ ഇന്ന് ഇതേപോലത്തെ ഷോസ് അല്ലെങ്കിൽ വലിയ വേദികളൊന്നുമില്ല. ഈ മാട്ട പ്രോഗ്രാംസ്. ഒരു പാട്ടുകാരനുണ്ടാവും, ഒരു മൈക്ക് ഉണ്ടാവും, ഒരു തബല, ഒരു പൊട്ട മൈക്ക് ഉണ്ടാവും, ഒരു ചെറിയ മോണിറ്റർ ഉണ്ടാവും. അതെ, അതിൽ ഒരു വയലിനും. ഞാൻ സ്ഥിരം പോയാൽ ഈ പാട്ട് വയലിനിൽ സോളോ വായിച്ചിട്ടാണ്. ഏറ്റവും ആദ്യം വായിക്കുന്ന പാട്ട് ഇതാണ്, സോളോ. ഇതിങ്ങനെ വായിച്ചുകൊണ്ട് മാത്രം പോരില്ല. അന്ന് അത്ര പെർഫെക്റ്റ് ഒന്നും ആവില്ല അന്ന് വായിച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് അതൊരു വലിയ അത്ഭുതമാണ് എല്ലാവർക്കും. ആ വായന കഴിഞ്ഞ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം
നോട്ടുമാല 1 രൂപ കോർത്ത് 100 രൂപയുടെ ഒരു മാല കൊണ്ടുവന്നിടും. അന്നത്തെ 52 വർഷം മുമ്പുള്ള ഓട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഈ പാട്ടിനോട് എനിക്കൊരു പ്രത്യേക കടപ്പാടുണ്ട്. അന്ന് 100 രൂപ വലിയ തുകയാണ്. നമുക്ക് വായിച്ചാൽ കിട്ടുന്ന 25 രൂപയാ. സമ്മാനം നോട്ടുമാലയിൽ 100 രൂപ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ അത് ഈ പാട്ട് പാടിയോണ്ടാണ്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് യു സാങ് ദിസ് സോങ് സോ ബ്യൂട്ടിഫുള്ളി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ പാട്ടിന്റെ ഓളം എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഓളമാണ്. എന്താ ഈ കാട് കുളിരണെന്ന് പറയുമ്പോ തന്നെ എന്ത് രസമായിട്ടാണ് നമ്മുടെ മനസ്സ് കുളിരൂല. ഞാൻ ആ ഒരു പോർഷനല്ലോ വന്നു ഞാൻ. അത് ശ്രുതിയിലാണ്. അത് ശ്രുതിയിലില്ലെങ്കിലും ഞങ്ങള് തള്ളികളെ ഒരു ഡയലോഗ് പോലെ പറയുന്നതാണ്. ആ ഡയലോഗ് പോലും ശ്രുതിയിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോയി കാട് കുളിരണെന്ന് എടുക്കുന്നത് പെർഫെക്റ്റ് പിച്ചിങ്, 100% പിച്ചിങ് എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അജന്യ, ഈ പാട്ട് അസലായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാറിന് എനിക്ക് തോന്നുന്നു കൂടെ വന്നേ പോ ആൺകിളി ചൂട് തന്നേ പോ, ആ സാധനം എന്താ ഒരു സാധനം തള്ളിയിട്ടാണ് പാടുന്നത്. അത് കുറച്ച് അങ്ങനെയാണോ? തന്നേ പോ ആൺകിളി പാടുന്നത്. അത് ഒറിജിനൽ കേട്ടോക്കുള്ളൂ ആ ഒരു സാധനം. അപ്പൊ എനിക്ക് അതങ്ങനെ കേട്ട് അത് രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തെറ്റാന്നല്ല പറയണേ, പക്ഷെ അങ്ങനെയാണെന്നാണ് വിചാരിച്ചിട്ട് പാടിയത്. അതൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. എല്ലായിടത്തും അങ്ങനെയല്ല. ഇത് എല്ലായിടത്തും സ്റ്റേജില് ശ്വാസം ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ വേണം. പക്ഷെ എന്ത് മനോഹരമായ ഒരു സെലക്ഷൻ ആണ്. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ബാക്ക് ദ ബെസ്റ്റ്. ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം ആസ് എ കമ്പോസർ എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ഇന്നാണ് ഈ പാട്ട് നമുക്ക് ഒരു പടത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പാട്ട് അജന്യെ കൊണ്ട് പാടിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണം പൂവുണ്ടോ, കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ. അതങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അല്ല, അത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. വെറുതെ ഇപ്പൊ പാട്ട് നന്നായിട്ട് പാടി അതുകൊണ്ടൊന്നുമല്ല. യു സാങ് ഇറ്റ് യുവർ വേ, ടോട്ടലി ഇൻ യുവർ സ്റ്റൈൽ. സാർ പറഞ്ഞപ്പോ തന്നെ ഫിലിമിൽ പാടിയ പോലെ ഒരു ഫീൽ, ഒരു പ്രതീതി കിട്ടിയില്ലേ? സാറിന്റെ ആ വേർഡ്സ് വലിയ സമ്മാനമാണെന്ന്. തീർച്ചയായിട്ടും. സർ ഇത് റീമിക്സ് ചെയ്തിട്ടുണ്ട്. ബഡാ ദോസ്ത് എന്ന് പറഞ്ഞ് 2006 നടക്കും. ചിത്രയര പാടിയത്. കാരണം ഇത് ചിത്ര പാടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അയ്യര് അതിലെ ചില സാധനങ്ങളും കൂടെ ഞാൻ ഇതിൽ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ആ സാധനം അല്ലേ ആ പാടിയത്. ചിത്ര പാടിയതിൽ അതുണ്ടാവും ചിലപ്പോ, അതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ഗ്രൂമേഴ്സ് എത്ര മാർക്സ് ആണ് അജന്യക്ക് നൽകുന്നത് എന്ന് ജഡ്ജസിനെ കാണിച്ചോളൂ. ഞങ്ങളുടെ മാർക്ക് അജന്യക്ക് 96.5. 96.5 is a good score. One of the highest scores so far. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു മാർക്ക്? 90. 90. അത് കലക്കി. 6.5 മാർക്സ് ജമ്പ് ചെയ്തു. ഫസ്റ്റ് റൗണ്ടിൽ 90 മാർക്കാണ് അജന്യ വാങ്ങിച്ചത്. ഇപ്പൊ രണ്ടാം റൗണ്ടിൽ 96.5. അപ്പോൾ ഗംഭീരായിട്ടാണ് 2 റൗണ്ടുകളായിട്ട് നമുക്ക് മാർക്ക് ലഭിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം കേട്ടോ ഡെയ്ൻ ആൻഡ് മീനാക്ഷി, ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം പാടി ഹൈ മാർക്സ് മേടിച്ചവർ കഴിഞ്ഞിട്ട് ഒരു ഷഫിള് നടന്ന് പിന്നെ എല്ലാവരും ഒരു ഇതിൽ വരിക. അല്ലാതെ ഒരാൾ കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെയല്ല. എല്ലാവരും വാശിയേറിയ മത്സരമായത് കാരണം ഇങ്ങനെ അമേസിംഗ്. അതാണ് ശരിയായ അങ്ങനെ വരട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും താങ്ക് യു. എന്റെ കൂടെ ജോയിൻ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര എനർജി, ഭയങ്കര ലാസ്റ്റില് കിട്ടി. നമ്മൾ നേരത്തെ അജന്യയുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഞാനും മീനാക്ഷിയും പറയായിരുന്നു, അജന്യയുടെ കോസ്റ്റ്യൂം ഒക്കെ കാണുമ്പോ എന്താ പറയാ, ഒരു കാടിന്റെ കലാകാരി അല്ലെങ്കിൽ കാടിന്റെ മണമുള്ള ഒരു ഗാനാലാപനമൊക്കെ ആയിരുന്നു നമ്മുടെ അജന്യ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്. കാടിന്റെ ഒരു കലാകാരിയെ, യഥാർത്ഥ കലാകാരിയെ നമ്മളിതാ ഈ വേദിയിലേക്ക് എത്തിക്കാൻ പോവാണ്. അതായത് അട്ടപ്പാടി
പുതൂർ പഞ്ചായത്തില് മേലേമുള്ളി ഊരുകാരിയായ അതെ. വടുകിയമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ. അതെ, ഗോത്ര കലാകാരിയാണ്. അതുപോലെ തന്നെ ആദിവാസി സ്ത്രീ സംഘടനയുടെ തായ്ക്കുല സംഘടനയുടെ നേതാവാണ് കൂടിയാണ്. അത് മാത്രല്ല സിനിമയിൽ വരെ പാടിയിട്ടുണ്ട്. അതെ, പിന്നെ അതുപോലെ തന്നെ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃഷി കന്നുകാലിയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് കേരള തമിഴ്നാട് ബോർഡറിൽ മുള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് വടകിയമ്മ താമസിക്കുന്നത്. അപ്പോ അമ്മ നമ്മുടെ ഒരു സെക്കൻഡ്, അപ്പൊ നാഞ്ചിയമ്മേരൊക്കെ വല്ല ബന്ധുക്കളാണോ? അത് നമുക്ക് ചോദിക്കാം, നമുക്ക് നേരിട്ട് ചോദിക്കാം. എന്തായാലും വടകിയമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അമ്മയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം വടകിയമ്മ. கொத்துக்காடு குரங்காடு ராயி சாமே விளைந்தகாடு அலங்காமே நாம பார்க்கணும் ராசா அழியாமே நாமக்கு வைக்கணும் தானானே நானே 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 தானானே நானே 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 தானானே நானே நானே கொத்தக்காடு குரங்காடு ராயி சாமே விளைந்தகாடு அறியாமே நாம பார்க்கணும் ராசா மறக்காமே நாம இருக்கணும் தானானே நானே 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 தானானே நானே 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 தானானே நானே 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 தானானே நானே 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 தானே நானே நானே தானானே நானே தானே நானே நானே தானானே நானே 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 தானானே நானே நானே சிறுவாணி பெருவாணி ஒன்னா சேர்ந்த கூடுதரே சிறுவாணி பெருவாணி ஒன்னா சேர்ந்த கூடுதரே அழியாமே நாம பார்க்கணும் ராசா மறக்காமே நாம இருக்கணும் தானானே நானே 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 தானானே நானே தானே நானே நானே தானானே நானே 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 தானானே நானே நானே கொத்தக்காடு குரங்காடு ராயி சாமே விளைந்தகாடு கொத்தக்காடு குரங்காடு ராயி சாமே விளைந்தகாடு மறக்காமே நாம இருக்கணும் ராசா அழியாமே நாம பார்க்கணும் தானானே நானே 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 தானானே நானே 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 தானானே நானே நானே தானானே நானே நானே பூங்குயிலே பூங்குயிலே நீர் அருவி காடு பூங்குயிலே 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 அருவி காடு பூங்குயிலே மறக்காமே நாம பார்க்கணும் ராசா அழியாமே நாம இருக்கணும் மறக்காமே நாம பார்க்கணும் ராசா அழியாமே நாம இருக்கணும் தானானே நானே 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 தானானே நானே தானே நானே நானே தானானே நானே நானே தானானே நானே நானே വടകിയമ്മ നമസ്കാരം. നമസ്കാരം സുഖാണോ? സുഖാണ് സുഖാണ്. ഇതാണ് വടകിയമ്മ. അപ്പോ മേലെമുള്ളി എന്ന ഊരിൽ നിന്നാണ് അമ്മ വരുന്നത് അല്ലേ? അതെ. ഓക്കെ അമ്മ, ഇപ്പൊ ഈ പാട്ടിന്റെ അർത്ഥമൊന്നും ഞങ്ങൾക്ക് അത്ര കാര്യമായിട്ട് മനസ്സിലായില്ല. ഇതെങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു പാട്ടിന്റെ ഒരു അർത്ഥം? അത് നമ്മള് പണ്ട് കാലത്ത് റായി ചാമ ഒക്കെ കാട്ടില് വിത്തിടും. അപ്പൊ അത് ഒന്നും തിന്നാതെ നോക്കിയിരിക്കണം, അലങ്കാതെ അറിയാതെ നാം എടുക്കണം, നന്നായിട്ട് സൂക്ഷിക്കണമെന്നുള്ള പാട്ടാണ് ഞാൻ ഇപ്പൊ പാടിയത്. ഫുഡ് സൂക്ഷിക്കണം ചേച്ചിക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. സാമേ തിനെ അതെല്ലാം കുതിരവാളി 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 എല്ലാം പോലെ കാട്ടില് വിത്തിട്ട നമ്മൾ അറിയാതെ നന്നായിട്ട് നോക്കിയിരിക്കണം, അലങ്കാതെ പാത്തിരിക്കണോന്നാണ് പാടിയത് നമ്മുടെ ഭാഷയില്. പിന്നെ പെൺകുട്ടികളില്ലേ, പെൺകുട്ടികളൊക്കെ
വീട്ടിൽ നിന്ന് ഒരുങ്ങി പുറത്തു പോകുമ്പോ എന്തൊക്കെ ചെയ്തു വരുന്നറിയാവോ? അവര് പൊട്ട് വെക്കും, പൂ വെക്കും, അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇങ്ങനെ അതിന്റെ ഒരു പാട്ട് പെൺകുട്ടികളും പിന്നെ വീട്ടമ്മമാര് സ്ത്രീകൾക്കും ഒരു സന്തോഷമുള്ള ഒരു പാട്ടാണ് അത്. എന്തൊരു പാട്ടാണ് അത്. കേൾക്കുമ്പോ അവളുടെ അണിഞ്ഞൊരുങ്ങല് നല്ല അവൾക്ക് മനസ്സ് സന്തോഷിക്കും. എന്നാ ആ ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം അല്ലേ? ലാലെ ലാലെ ലാലേ 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 ഒട്ടു വെത്ത നടന്തളേ മകരാണി നീതേ ആശെ വെത്ത നടന്തളേ മകരാണി നീതേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ പൂവെത്ത നടന്തളേ മകരാണി നീതേ ഒട്ടു വെത്ത നടന്തളേ മകരാണി നീതേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ കാലത്തണ്ടെ പോട്ടളെ മകരാണി നീതേ കൊയ്യ തണ്ടെ പോട്ടളെ മകരാണി നീതേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ പൂവെത്ത നടന്തളെ മകരാണി നീതേ പൊട്ടു വെത്ത നടന്തളെ മകരാണി നീതേ കേനാ കേനാ കേലാമേലെ ഏലാമേലെ കേനാ കേനാ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ പാടി പാടി നടന്തളെ മകരാണി നീതേ ആശ വെത്ത് നടന്തളെ മകരാണി നീതേ കേനാ കേനാ ഏലാമേ ഏലാമേലെ ഏനാ ഏനാ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ 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 ലാലേ മകരാണി നീതേ കൊയ്യ തണ്ടെ പോട്ടളെ മകരാണി നീതേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ഒട്ടു വെത്ത നടന്തളെ മകരാണി നീതേ പൂവെത്ത നടന്തളെ മകരാണി നീതേ ഏനകേന ഏനന ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ ലാലെ ലാലെ ലാലേ കളിക്ക് ഇതാരായത്? അയ്യപ്പനും കോശിയിലെ ഒരു പാട്ടുണ്ടല്ലോ. അതെ അയ്യപ്പൻ കോശില് പാടിയത് കളക്കാത്ത ചന്ദനമരം അതിന്റെ വിടവറ് പറയാം സാറേ. അത് ഒരു കുട്ടി വയസ്സുക്ക് വന്നതാണ് ആ പാട്ട്. അതായത് ആ കുട്ടി വയസ്സുക്ക് വന്ന് കുട്ടിനെ നമ്മൾ 7 ദിവസം ഇങ്ങനെ കുടിയിൽ കെട്ടി വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം പുറത്തിറങ്ങി ആ കുട്ടീനെ കുളിപ്പിച്ച് നമ്മുടെ വാതക്കത്ത് കൊണ്ടുപോയി വെച്ച് പായ വിരിച്ച് അവിടെ ഇരുത്തി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കയ്യിൽ വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോ അതിന്റെ അമ്മ പറഞ്ഞു, എടി തലക്ക് പൂവില്ലല്ലോ എന്ന്. അപ്പോഴാണ് അനിയനും ചേച്ചിയും കൂടി പൂക്ക് പോയത്. നമ്മുടെ ഭാഷയിൽ പറയും കളക്കാത്ത കാട്, മേക്കാത്ത കാട്, വടക്കാത്ത കാട് എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഭാഷയിൽ. അപ്പൊ കളക്കാത്ത കാട്ടില് ചന്ദനമര പൂത്തിട്ടുണ്ടും മേക്കാത്ത വെച്ചമരത്തില് ഒരു ചന്ദനമര വെച്ചമരം, വടക്കേ ആലമരം, ഇങ്ങനെ 3 മരത്തിലിരുന്ന് 3 പൂ എടുത്തിട്ട് വന്ന് ഈ കുട്ടിക്ക് വെച്ചാൽ എല്ലാടാ ഇത് കുട്ടീനെ നന്നാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ആ ചേട്ടനും അനിയത്തിയും കൂടി കളക്കാത്ത കാട്ടില് പൂക്ക് പോയ പാട്ടാണ്. അപ്പൊ ചേട്ടൻ മരത്തിന്റെ മുകളിൽ കയറി പൂ ഇങ്ങനെ ആട്ടി വിടുമ്പോ അപ്പോഴത്തേക്ക് ഒരു പണ്ട് കാലത്ത് വിമാനത്തിൽ കണ്ട ഞങ്ങൾ ഓടി ഒളിയുന്ന കാലമാണ്. അപ്പൊ ഇവർക്ക് എനിക്ക് അതിശയമായി. അപ്പൊ ഈ കുട്ടി പൂ പൊറുക്കുന്നില്ല. പൂ പൊറുക്കി ഇങ്ങനെ കുനിയുമ്പോ വിമാനം പോകുന്നുണ്ട്. ആ ടൈമിലാണ് ഇത് ഈ അനിയത്തി പാടിയത്. കളക്കാത്ത ചന്ദന വേഗ പുത്തുരുക്ക് പൂ പറിക്കാൻ പോകില്ല വിമാനത്തെ പക്കിലമ്മ.
ഇപ്പോഴാണ് അത് ഇത് മനസ്സിലായത് വിമാനത്തെ പക്കില പാക്കലാംന്ന് വിമാനത്തെ പാക്കലാം അതെ അതെ വിമാനം കണ്ടൂന്ന് ഓ അത് ശരി. ഓഹോ മേക്കാത്ത വെച്ചമര ആ. വടക്കത്ത ആലമര ഈ ആലമരം. 3 മരമേ ഉള്ളൂ. ഓ അപ്പൊ ഈ 3 പൂ വെച്ചാലേ നമ്മുടെ പലയെന്ന് പറഞ്ഞ സാധനം പോകും. ആ. പൂ വെച്ച് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മൊത്തം ഈ കയ്യിൽ വെച്ചിട്ട് നാത്തുമാരി ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടാണ് ഇതിന്റെ പല തീർക്കുന്നത്. ആ പാട്ടാണ് അത്. അതെ കളക്കാത്ത ചന്ദനമേര വെകുവേഗ പുത്തുരുക്ക് പൂ പരിക്ക പോകിലാമ ബഹുമാനത്തെ പക്കിലമ്മ തില്ലേ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  തില്ലേ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  മക്കാത്ത വെച്ച മേര വെകുവേഗ പുത്തുരുക്ക് പൂ പരിക്ക പോകിലാമ ബഹുമാനത്തെ പക്കിലമ്മ തന്നാനേ നാനേ 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 തന്നാനേ പുത്തുരുക്ക് പൂ പരിക്ക പോകിലാമ ബഹുമാനത്തെ പക്കിലമ്മ തില്ലേ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  തില്ലേലേലേലേലേലേലേലേ. അമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാം വക എഴുന്നേറ്റ് നിന്ന് ഒരു നമസ്കാരം. കൊറേ ദൂരെന്നാ വരണേ അല്ലേ? എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് അമ്മയുടെ സ്ഥലത്തേക്ക്? ഞാന് തമിഴ്നാട് ബോർഡറാണ് മാഡം. അപ്പൊ കൊറേ ദൂരെന്നാണ് ഒരേ ദൂരെന്ന്. പക്ഷെ അമ്മയുടെ ഈ ചേലയൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? അതെ ചേല നമുക്ക് അങ്ങനെ ചേല കിട്ടും അവിടെ വന്നാല്? ഓ ചേല കിട്ടും. ചേല എങ്ങൾക്ക് കെട്ടിക്കൊടുക്കുമാ? ഇപ്പൊ തന്നെ കെട്ടി കൊടുക്ക. நான் சென்னையில இருந்து வரேன். அப்படியா? ஆமா, நான் சென்னையில சென்னைக்கு போயிருக்கேன். அப்படியா? நான் அந்த பாம்பேக்கு போயிருக்கேன். பாட்டு பாடி இருக்கிறேன். பின்ன மந்திரிக்கெல்லாம் பாட்டு இருக்குது. மந்திரிக்குன்னு சொன்னா மந்திரிக்கு நம்ம ஆதிவாசி நம்ம பாவப்பட்டவங்க என்ன கொடுப்போம்? பக்கத்துல வந்தா ஒரே ஒரு சேரு தான் கொடுப்போம் இல்லையா? இல்லையா? அதுக்கு எப்படி பாடணும்? எப்படி பாடணும்? எப்படி பாடணும்? சோ சோ மாயிலே சோகே மாயிலே அம்மா சோ சோ மாயிலே சோகே மாயிலே நம்ம துரு மந்திரிக்கு சோகே மாயிலே அம்மா தங்கத்தினாலே நாக்கலையோ சோகே மாயிலே சோ சோ மாயிலே சோகே மாயிலே அம்மா சோ சோ மாயிலே சோகே மாயிலே சோகே மாயிலே அம்மா தங்கத்தினாலே நகலையோ சோகே மாயிலே சோ சோ மாயிலே சோகே மாயிலே அம்மா சோ சோ மாயிலே சோகே மாயிலே நாம திருவிடி விடு சோகே மாயிலே அம்மா மல்லி பூ பட்டுமோ சோகே மாயிலே சோ சோ மாயிலே சோகே மாயிலே அம்மா சோகே மாயிலே நாம திருமூப்பனு சோகே மாயிலே அம்மா வள்ளினாலே நகலையோ சோகே மாயிலே சோ சோ மாயிலே சோகே மாயிலே அம்மா சோ சோ மாயிலே சோகே மாயிலே நாம திருவண்டரி சோகே மாயிலே அம்மா மல்லி பூ பட்டமோ சோகே மாயிலே மாயிலே அம்மா சோ சோ மாயிலே சோகே மாயிலே. ആഹാ അടിപൊളി സർ. ഇവരുടെ ഈ പാട്ടിന്റെ ഭാഷയ്ക്ക് ലിപി ഇല്ല കേട്ടോ. അതെ ഒരു ഒഫീഷ്യൽ ലിപി ഇല്ല. പണ്ട് കാലത്ത് ഇങ്ങനെ കേട്ട് അല്ലേ? കേട്ട് പഠിച്ചതാ. നമ്മളിങ്ങനെ ഊരുകളിൽ നല്ല കളിക്കും മേഡം. നമ്മള് കലയ നല്ല കളിക്കുന്ന സ്ത്രീകൾ ഞങ്ങളുണ്ട്. ഓ നല്ല കളിക്കും, നല്ല പാടും. എത്ര കാലം തുടങ്ങി ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്? ഞാൻ 12 വയസ്സിൽ ഇരുന്ന് ഞാൻ പാടാൻ തുടങ്ങിയതാ. 12 വയസ്സിൽ ഇരുന്നു. എത്ര വയസ്സ്? ഇപ്പൊ എനിക്ക് 55 വയസ്സായി. എനിക്ക് 4 മക്കളുണ്ട്. നമ്മുടെ അട്ടപ്പാടി എല്ലാവർക്കും
ഇങ്ങനെയുള്ള പാട്ടുകൾ അറിയാം, അറിയാം. എല്ലാവർക്കും അറിയാം. അമ്മയ്ക്ക് വേറൊരു കാര്യം അറിയോ? അതെ. ഈ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് പഠിച്ച് കേട്ട് കേട്ട് പാടി ഇങ്ങനെ വന്നതാണ്. അതേപോലെ ഞങ്ങളും കേട്ട് 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 കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടൊക്കെ ഉണ്ടായത്. അതിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. എല്ലാത്തിന്റെയും തുടക്കം. അതിന്റെ ഒറിജിനൽ ഫോം നമ്മളൊക്കെ മറന്നുപോയി. അതിപ്പോ അമ്മ പിന്തുടരുന്നു. ரொம்ப சந்தோஷம் உங்களை பார்த்ததும்மா, ரொம்ப ரொம்ப சந்தோஷம். ரொம்ப சந்தோஷம் உங்களை பார்த்ததும்மா. நாங்க எல்லாரும் பாடுவோம். எங்களுக்கு இப்படி உள்ள வேதி கிட்டனில்ல மேடம். இனி வேதியோ வேதியர் இதுல அப்ப எங்க என்னுடைய கூட இருக்கிறது 16 பொம்பளைங்க இருக்கிறாங்க. நல்லா ஆடுவாங்க. முன்னாலே வண்ணா பின்னாலே நல்லா பாடுவாங்க, நல்லா ஆடுவாங்க. அப்படி நான் என்னுடைய உள்ளத்திலே வச்ச பாட்டு ஒரு தமிழ் பாட்டு. எம்ஜிஆரும் இவங்க ஜெயலலிதா பாடின பாட்டு, சின்னதொரு பாட்டு, எல்லாரும் கேட்பாங்க. இந்த பாட்டு பாடலாம் இல்லையா? அவர் மாந்தோப்பில் நின்னிருந்தே அவர் மாம்பழ வேணுமென்றா, அவர் கொடுத்தாலு வாங்கதில்லை அவர் கண்ணாம் வேணுமென்றா. ஓயினா ஓயினா ஹோ ஓயினா ஓ, தண்ணீர் பந்தத்திலே நின்னிருந்தே அவர் தாகம் என்று சொன்னா, தனி தனியாக நின்னிருந்தே அவர் மோகம் என்று சொன்னா. அப்ப எல்லாம் பாடுவீங்க அம்மா, நீங்க எல்லாமே பாடுவீங்க? எல்லாமே பாடுவோம். எம்ஜிஆரும் ஜெயலலிதா அவங்க வயசுல நான் பாத்துருக்கிறேன் மேடம். அப்படியா? அவங்கள பாத்துருக்கீங்களா? கையெல்லாம் பிடிச்சி இப்படி குளிக்கினேன். காட்டில டேமில, புல்லூர் டேமில வந்தாங்க. அப்படியா? நான் கல்யாணம் பண்ணி போயிருக்கிறேன். என்ன ஒருத்தர் கொண்டு போனாரு. கையே இந்த வெள்ளை கையினை இப்படி பிடிச்சு குளிக்கினேன். எப்படி இருந்துச்சு? எம்ஜிஆர் கையை பிடிச்சு குளிக்கிறீங்களா? அந்த கை இப்ப டெயின் பிடிச்சு കുളിக்கிறேன். മത്സരാർത്ഥികൾ എല്ലാരും വീട്ടമ്മമാരാണ്. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരുങ്ങണതാണ് പാടുന്നത്. നിങ്ങൾ എങ്ങനെ പൊട്ടു വെക്കും അല്ലേ? ആശവെത്ത് നടന്നളെ മഹാറാണി നീതെ, ആടിപ്പാടി നടന്നളെ മഹാറാണി നീതെ, പൊട്ടുവെത്ത് നടന്നളെ മഹാറാണി നീതെ, പൂവെത്ത് നടന്നളെ മഹാറാണി നീതെ, ലാലെ ലാലെ ലാലേ ലാലെ 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 ലാലേ ലാലെ ലാലെ ലാലെ, കാല് തണ്ടെ പോട്ടഴേ മകളാണി നീതെ, കൊയ്യ് തണ്ടെ പോട്ടളെ മഹാറാണി നീതെ, ലാലെ ലാലെ ലാലേ ലാലെ 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 ലാലേ ലാലെ ലാലെ. ഒരുപാട് സന്തോഷം അമ്മ, നമുക്ക് ഈ ഒരു വേദിയിൽ അമ്മയെ കാണാൻ പറ്റിയത്. അമ്മയുടെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു അമ്മ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് ഈ 4-5 പാട്ട് പാടിയത്. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അതെ, 12 കുപ്പി വെള്ളം ഒരു പാട്ടും. അതെ, അമ്മ വന്നപ്പോഴാണ് കറക്റ്റ് നമ്മുടെ റൗണ്ട് ആയത്. പവർ ബീറ്റ്സ്, പവർ ആയിട്ടുള്ള പാട്ടുകളായിരുന്നു അമ്മ നമുക്ക് വേണ്ടി പാടി തന്നത്. ഒരുപാട് സന്തോഷം അമ്മയെ ഇവിടെ കാണാൻ സാധിച്ചാൽ. അമ്മയുടെ പെർഫോമൻസ്, ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയതൊക്കെ ഒരുപാട് സന്തോഷം. അമ്മ ഇനിയും വരണം കേട്ടോ. எல்லாருக்கும் நல்ல சந்தோஷம். என்னுடைய பாட்டை கேட்டு அருமையா நீங்க கை தட்டினீங்க. நான் பாடினேன், உங்களுக்கு இஷ்டப்பட்டிருக்குமோ இல்ல என்னமோ எனக்கு உள்ளே பயதா இருந்தது. ஆனா இங்க வந்து பாட வரும்போது எனக்கு பயங்கரமான பேடி இருந்தது, காலங்கையில விரைச்சது. இன்னாலும் கூட நான் எனக்கு பயத்தை பார்க்காம நான் பாடிட்டேன். அதனால மேடம், സാർമാർക്ക് എല്ലാവർക്കും നമ്മ സാർമാർക്കെല്ലാം ഒരു വലിയ കയ്യടി കൊടുത്തല്ലോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതേ പവറിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനോട് ചാച്ചാ ബൈ ബൈ പറയാം.